ഒരു കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് കുട്ടി സ്മാർട്ട് ആണോ എന്ന് നോക്കിയിട്ടല്ല ശരിക്ക്. കുട്ടി സ്കൂളിലേക്ക് റെഡി ആണോ എന്ന് നോക്കിയിട്ടാവണം. നമ്മൾ ബിജു മേനോൻ്റെ ഒരു ഫിലിം കണ്ടിട്ടുണ്ടാവും, സാൾട്ട് മാംഗോ ട്രീ. അതിൽ അവരെ വൈഫ് പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്യൂഷൻ ടീച്ചറൊക്കെ വെച്ചിട്ട് കുറേ പഠിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ അക്കാഡമിക്സിനാണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശരിക്കും സ്കൂളിലേക്ക് റെഡി ആവുക എന്ന് പറയുന്നത് അക്കാഡമിക്സിൻ്റെ ബേസിലല്ല. ശരിക്കും ഒരു കുട്ടിക്ക് വേണ്ട സ്കില്ലെന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടി സെൽഫ് കെയർ ആണ്. അത് കുട്ടി സ്വന്തമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാത്റൂം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. രണ്ടാമത് വേണ്ട കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. ഏജ് അഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ. കുട്ടി നമ്മൾ 4 വയസ്സിലാണ് സ്കൂളിൽ ജോയിൻ ചെയ്യിക്കുന്നത്. അപ്പം മിനിമം ഒരു 48 മാസത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം നിർബന്ധമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ റെഗുലേഷനാണ്. ടാൻട്രംസ് ഈ സമയത്ത് ഭയങ്കര കോമൺ ആണ്. പക്ഷേ ടാൻട്രംസ് മിനിമലെങ്കിലും മാനേജ് ചെയ്യാൻ കുട്ടി പഠിച്ചിട്ടുണ്ടാവണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അറ്റൻഷനാണ്. ഒരു മിനിമൽ ടൈമെങ്കിലും കുട്ടി സിറ്റിംഗ് ടോളറൻസും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റിയും കുട്ടികൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ എപ്പോഴും നമ്മൾ പാരൻസ് ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കുട്ടി സ്മാർട്ടാണ്, അവൻ സ്കൂളിൽ പോയാൽ റെഡി ആവും എന്നുള്ളത് മാത്രമാണ്. പക്ഷേ കുട്ടി എന്തായിട്ടുണ്ടാവില്ല, സ്കൂളിലേക്ക് റെഡി ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്കൂൾ റെഡിനെസ് അസസ്മെൻറ്റ് ചെയ്താൽ നമുക്ക് കുട്ടിയുടെ പ്രോബ്ലംസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇത് ശരിക്കും ഒരു കുട്ടീനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് കുട്ടി സ്കിൽഡ് ആണോ, കുട്ടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ അക്കാഡമിക് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളൊരു സിനോറിയോ ഉണ്ട്. ഒരു 30% ഓഫ് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നുണ്ട് സ്കൂളിൽ നിന്ന്. കാരണം അവർ അക്കാഡമിക്കലി ഓക്കെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇത് ഒഴിവാക്കാൻ ഇത്തരം അസസ്മെൻറ്റ് നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ്.